50 വർഷക്കാലം കോൺഗ്രസിൽ പ്രവർത്തിക്കാനായത് ഭാഗ്യമായി കരുതുന്നുവെന്ന് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി. രാജ്യത്തെമ്പാടും സഞ്ചരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്നും EM അഗസ്തി പൊതുപ്രവർത്തന രംഗത്തേക്ക് വീണ്ടും സജീവമാകുന്നുവെന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ സിറ്റി വിഷനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒപ്പം ഇടുക്കി സീറ്റ് കോൺഗ്രസിന് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനം സംസ്ഥാന നേതൃത്വമാണ് കൈക്കൊള്ളേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇടുക്കി ജില്ലയിലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവും AICC മെമ്പറുമായിരിക്കും ശ്രീ അഡ്വക്കേറ്റ് EM സാറാണ്. വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം സാർ. ഈ അങ്ങ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന വീണ്ടും ഒരു പോസ്റ്റ് കണ്ടു, അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം. അങ്ങനെ 50 വർഷം രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരു അഭിമാനകരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോണക്കുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ 50 വർഷക്കാലം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ്. എനിക്ക് ധാരാളം സഹപ്രവർത്തകന്മാരും സുഹൃത്തുക്കളും ഉണ്ടായി. രാജ്യത്തെമ്പാടും സഞ്ചരിക്കാനും വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ഇടപഴകാനുമുള്ള സാഹചര്യമുണ്ടായി. വളരെ സമൂഹമായ നേതാക്കന്മാർ ഡോക്ടർ K കരുണാകരനെ പോലെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ആദരണീയനായ ശ്രീ A K ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വലിയ ഒരു അനുഭവമായി ഞാൻ കരുതുകയാണ്. സാർ, നിയമസഭാ ഇലക്ഷനിലേക്ക് കടക്കുകയാണ്. സ്ഥാനാർത്ഥി ചർച്ചകൾ കഴിഞ്ഞ ദിവസം സജീവമായിരിക്കുകയാണ്. അതോടൊപ്പം ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് കേൾക്കും. ഇതിനെ സംബന്ധിച്ചൊന്ന് കോൺഗ്രസിന്റെ സാധ്യതകളെ കുറിച്ചൊന്ന് പറയും. ഇടുക്കിയിലെ 5 അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലും UDF ജയിക്കാൻ കഴിയുന്ന അന്തരീക്ഷമാണുള്ളത്. ശക്തമായ ഗവൺമെന്റ് വിരുദ്ധ വികാരം നിലനിൽക്കുകയാണ്. പിണറായി വിജയൻ ഗവൺമെന്റ് മാറിയേ മതിയാവൂവെന്ന് കേരളത്തിലെ ജനങ്ങൾ പൊതുവെ ചിന്തിക്കുന്നത് പോലെ തന്നെ ഇടുക്കിയിലും അതൊരു വികാരമായി പ്രതിഫലിക്കുകയാണ്. പ്രത്യേകിച്ച് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഈ ഗവൺമെന്റ് ഭാഗത്ത് വളരെ കുറ്റകരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. അതുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് വേണം, ജനങ്ങളൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് വേണം എന്ന തിരിച്ചറിവുള്ളത് കൊണ്ട് ഇടുക്കിയിലെ 5 അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലും കോൺഗ്രസിനെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. 3 നിയോജകമണ്ഡലത്തിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. 2 നിയോജകമണ്ഡലങ്ങൾ കേരള കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. 2 നിയോജകമണ്ഡലത്തിൽ 2 വിഭാഗമായി കേരള കോൺഗ്രസ് മത്സരിച്ച അവസരത്തിലാണ് ആ സീറ്റുകൾ അവർക്ക് ലഭിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിയൊപ്പം ഉണ്ടായിരുന്ന കേരള കോൺഗ്രസും ഇടതുമുന്നണിയോട് ചേർന്നപ്പം ആ സീറ്റും കേരള കോൺഗ്രസിന് ലഭ്യമായി. മറിച്ച് ഐക്യജനാധിപത്യ മുന്നണി കേരള കോൺഗ്രസ് വിട്ടുമാറിയ സാഹചര്യത്തിൽ ഒരു പുനർചിന്തനം വേണമെന്നൊരു അഭിപ്രായം പാർട്ടിയിലെ ചില കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പരസ്യമായ വിവാദത്തിനും ചർച്ചയ്ക്കുമൊന്നും കോൺഗ്രസ് പാർട്ടി തയ്യാറാവുന്നില്ല. അതൊക്കെ സീറ്റ് വിഭജനമൊക്കെ തീരുമാനിക്കുന്നതും സീറ്റിന്റെ എണ്ണം നിശ്ചയിക്കുന്നതും ഒക്കെ സംസ്ഥാന UDF കമ്മിറ്റിയാണ്. അവരുടെ പരിഗണനയിൽ ഈ കാര്യം വരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീർത്തു പറയാനാവില്ല. പ്രിയപ്പെട്ട സാറാണ് നമ്മളോട്. സാറിന്റെ നാളുകളിലെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ബിനു വള്ളക്കടവിനൊപ്പം ഷിനു ഫിലിപ്പ് കട്ടപ്പന.